Good morning, opening hours in the പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തു. ഗുഡ് മോർണിംഗ് സർ. ഹാപ്പി മോർണിംഗ് നിഖിൽ. സർ, ഇന്നത്തെ ഒരു ടേക്ക് ഓവറിലേക്ക് തന്നെ ആദ്യം കടക്കുകയാണെങ്കിൽ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റീപ്പായിട്ടുള്ള ഒരു കറക്ഷൻ തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. നാസ്ഡാക്ക് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 2% മുകളിലുള്ള ഇടിവുണ്ടാകുന്നു. ഡോ ജോൺസ് S&P 500 സൂചികകൾ നോക്കുകയാണെങ്കിലും ഏകദേശം 0.5% മുകളിലുള്ളൊരു ഇടിവ്. അത് US പരിശോധിക്കുകയാണെങ്കിൽ US ഫെഡിനെ സംബന്ധിച്ചിടത്തോളം റേറ്റ് കട്ടിൻ്റെ ഒക്കെ തന്നെ പ്രതീക്ഷകൾ കുറഞ്ഞു വരുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു. കൂടാതെ ആ ഒരു AI ലെഡ് റാലിയിൽ നിന്ന് മാറിയിട്ട് ഒരു സെക്ടോറിയൽ ഷിഫ്റ്റും US മാർക്കറ്റിൽ കാണാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ പല അനലിസ്റ്റുകളും ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യൻ വിപണിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നിപ്പോൾ ഏറ്റവും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ബീഹാർ ഇലക്ഷൻ റിസൾട്ടുകൾ തന്നെയായിരിക്കും. ആ ഒരു ഇലക്ഷൻ റിസൾട്ടുകൾ തന്നെയായിരിക്കും ഇന്നത്തെ ഒരു വിപണിയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിലവിലിപ്പോൾ നിഫ്റ്റി പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് നെഗറ്റീവായിട്ടുള്ള ഒരു ടോണിലാണ് നിലനിൽക്കുന്നത്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും സമാനമായിട്ട് ഫ്ലാറ്റ് പോസിറ്റീവായിട്ടുള്ള ഒരു ടോണും നിലനിർത്തുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഇന്നത്തെ ഒരു ട്രേഡ് സെറ്റിംഗ് പരിശോധിക്കുമ്പോൾ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഇലക്ഷൻ തന്നെയായിരിക്കുമോ ഇന്ത്യൻ വിപണി ഇന്ന് മുൻപോട്ട് നയിക്കുക? നിഖിൽ, നമ്മൾ 2 ദിവസമായി നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ കോഷൻ ചെയ്തിരുന്നു. അതായത് ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. എസ്പെഷ്യലി ബീഹാർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്കൽ മാപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദിസ് ടൈം. കാര്യം എന്താ വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആ ഫെയ്റ്റ് അല്ലെങ്കിൽ ആ ഫ്യൂച്ചർ നിലനിൽക്കുന്നത് ഈ ബീഹാറിൽ ആര് ജയിക്കും എന്നുള്ള ഒരു അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു റിസൾട്ട് ഭരണകക്ഷിക്ക് എതിരെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നെഗറ്റീവ് ആവുകയും ഭരണകക്ഷിക്ക് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ കൂടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിന് അത് ബെനിഫിഷ്യൽ ആയിരിക്കും. അതായത് നെഗറ്റീവ് ഇല്ലാതാവും. അതായത് ഭരണപക്ഷം തന്നെയാണ് വീണ്ടും ഒരു തുടർഭരണം വരുന്നതെങ്കിൽ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ഇമോഷൻ ഇല്ലാതെയാവും. അഥവാ ഒപ്പോസിഷനാണ് ജയിക്കുന്നതെങ്കിൽ ഒരു എന്താ പറയുക മാർക്കറ്റിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു നെഗറ്റീവ് ആയേക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇലക്ഷനായി ഇതാ ഇലക്ഷൻ്റെ റിസൾട്ട്സ് ഓരോന്നായി. ഇപ്പം മണി ഏതാണ്ട് 9:30 കഴിഞ്ഞു, 9:35 കഴിഞ്ഞേ ഉള്ളൂ. ഇലക്ഷൻ റിസൾട്ട്സ് കാണുമ്പോൾ ഭരണപക്ഷം ലീഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഏർലി ട്രെൻഡ്സ് ആണെന്നുള്ളതാണ്. അതായത് ബീഹാർ എപ്പോഴും നമ്മൾ ആലോചിക്കണം, ഒരു 11:30 ഒരു 12 അടുപ്പിച്ചിട്ടല്ലാതെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഡീറ്റെയിൽ നമുക്ക് കിട്ടാറില്ല. ബട്ട് ഇനിഷ്യൽ ട്രെൻഡ്സ് കാണിക്കുന്നത് ഒരു ഭരണ തുടർച്ച തന്നെയാണ്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കണം, അതായത് മാർക്കറ്റിനെ സംബന്ധിച്ചും എക്കണോമിയെ സംബന്ധിച്ചും ബീഹാർ ഇലക്ഷൻ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നുണ്ടാവും, അത് യാതൊരു സംശയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഔട്ട്കം എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ഇന്നിപ്പോൾ US നിഖിൽ പറഞ്ഞ പോലെ US ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അത്ര സുഖകരമായിട്ടുള്ള ഒരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് അല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓൺ ആൻ ഐഡിയൽ ഡേ, അതായത് ഒരു ഇലക്ഷൻ ഇല്ലാത്ത ദിവസമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലും മിക്കവാറും ഒരു പ്രഷർ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റോക്സിലെ IT ഇൻഡെക്സ് അല്ലെങ്കിൽ IT ആൻഡ് ടെക്നോളജി ഇനേബിൾഡ് സ്റ്റോക്സിന് ഒരു നെഗറ്റിവിറ്റി വരാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആയിരുന്നു എന്നുള്ള കാര്യം ഇന്നലെ അങ്ങനെയാണ് US മാർക്കറ്റിന്റെ പ്രവർത്തനം നടന്നതെന്നുള്ള. ബട്ട് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ഇലക്ഷൻ ട്രെൻഡിന്റെ ഒരു ഇനിഷ്യൽ ആ ഒരു എന്താ പറയുക ഒരു നീജർക്ക് റിയാക്ഷനിലായിരിക്കും തോന്നുന്നു മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ലെവലിലാണ് ഓപ്പൺ ചെയ്തേക്കുന്നുള്ളത്. ഇത് എങ്ങനെയാണ് ഇനി ഇതുള്ള സമയങ്ങളിൽ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാര്യമായിട്ട് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ മാർക്കറ്റിന്റെ ഒരു ഫ്യൂച്ചർ ട്രെൻഡ് നമുക്ക് പറയാൻ പറ്റില്ല. 26,000 നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയാലായിരിക്കും പുതിയ ഹൈ കടന്ന് മുന്നോട്ട് പോവുക. അതിനുള്ള സാഹചര്യം ഈ ഇലക്ഷൻ റിസൾട്ട്സോ അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങളാവോ എന്നുള്ളത് നമുക്ക് ഒരു വശത്ത് നോക്കണം. മറ്റേത് ഗ്ലോബൽ മാർക്കറ്റ്സ് എങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ എഫക്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കി വേണം ഇനി മാർക്കറ്റിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട്സ് ഇതാ ഇറ്റ്സ് ട്രിക്ലിംഗ് ഡൗൺ. ഇങ്ങനെ ഓരോ റിസൾട്ട് അല്ലെങ്കിൽ റിസൾട്ട് എന്ന് നമുക്ക് പറയാറായിട്ടില്ല, ട്രെൻഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പല ചാനലുകളും കാണിക്കുന്നത് പ്രൊജക്ഷൻസ് ആണ്. ഇലക്ഷൻ കമ്മീഷനെക്കാട്ടിലും വളരെ തെറ്റായ ഫിഗേഴ്സാണ് പല ചാനലും കാണിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അവരുടേതായ ഇൻഡിപെൻഡന്റ് ഏജൻസിയെയും കൂടെ അവർ ബീഹാറിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ വരുന്നത് ഇത്തിരി സ്ലോ ആണ് എന്നാണ് ചാനലുകൾ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചാനലുകൾ അവരുടേതായ പ്രൈവറ്റ് ഏജൻസിയെ ബീഹാർ മുഴുവൻ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് ഈ പല ചാനലിലും പല ലെവലിൽ കാണിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള അടിസ്ഥാനം. ബട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ക്രൂഷ്യലാണ്. എന്നാൽ ഇതൊരു ഡിസൈഡർ ആയിട്ടില്ല ഇതുവരെ. സ്റ്റിൽ എ ലോങ് വേ ടു ഗോ. ഒരു 11:30-12 അല്ലാതെ നമുക്കിത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക്
പേഴ്സണലി വ്യക്തിപരമായിട്ട് തോന്നിയിരിക്കുന്നില്ല. ഇനി നമുക്ക് US മാർക്കറ്റിൽ നോക്കാം, അവിടെ എന്താണ് നടന്നതെന്ന് നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ടോപ്പ്. എന്തൊക്കെയാണ് ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ്? ഇന്നലെ ശരിക്കും പറഞ്ഞാൽ US മാർക്കറ്റിൽ there has been a massive sell off. ഈ മാസീവ് സെൽ ഓഫിന്റെ ഇന്നലത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്നത് ഈ AI സ്റ്റോക്സിന്റെ ഒരു വാല്യുവേഷൻ ബബിൾ ആണ് അല്ലെ. AI സ്റ്റോക്സിന്റെ വാല്യുവേഷൻ ബബിൾ നോർമലി ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നലത്തെ സെൽ ഓഫിൽ AI സ്റ്റോക്സ് എസ്പെഷ്യലി മാക്സ് 7 സ്റ്റോക്സിൽ സെല്ലിംഗ് നടന്നെന്ന് വെച്ചാൽ ഭേദപ്പെട്ട സെല്ലിംഗ് നടന്നിട്ടുണ്ട്. എന്നാൽ അതിൽ മാത്രം നിന്നോ? അതുമില്ല. അതായത് മറ്റുള്ള സ്റ്റോക്കുകളിലും കൂടെ നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ S&P 500 ഇന്നലെ 1.66% ഡൗൺ ആണ്. നാസ്ഡാക്ക് 2.29% ഡൗൺ. അതായത് S&P 500-നെ കാട്ടിലും കൂടുതൽ നാസ്ഡാക്ക് വീണു. അതായത് ടെക് ഇനേബിൾഡ് സ്റ്റോക്സ് ആണ് കൂടുതൽ വീണത് എന്നുള്ളത് നമുക്ക് അതിനകത്ത് തന്നെ പ്രൈമ ഫേസെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. ഡൗ ജോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.65% ഡൗൺ ആണ്. അപ്പോൾ ഇൻഡിസസ് ഇത്രയും രീതിയിൽ ഡൗൺ ആണെങ്കിലും ഞാൻ ഈ പല സ്റ്റോക്സിന്റെയും പെർഫോമൻസ് ഇൻഡിവിജ്വലി നോക്കി. അപ്പോൾ എസ്പെഷ്യലി മാക്സ് 7 സ്റ്റോക്സ് പ്ലസ് ബ്രോഡ്കോമും പലാൻഡറും ഒക്കെ ആണല്ലോ നമ്മൾ എപ്പോഴും നോക്കുന്നത്. അതായത് AI ഡ്രിവൺ ഡേറ്റാ സെന്റർ സ്റ്റോക്സ് ഒരു സൈഡിലും മറ്റുള്ള സൈഡിലും സാധാരണ എന്താ പറയുക പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ്സും എങ്ങനെയാണെന്നുള്ള. പക്ഷേ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ബ്രോഡായിട്ട് ഞാൻ നോക്കുമ്പോൾ ടെസ്ല ഏതാണ്ട് 6.6% ഡൗൺ ആണ്. ഇന്റൽ 5.17% ഡൗൺ ആണ്. NVIDIA -3.63% ഡൗൺ ആണ്. AMD -4.21% ഡൗൺ ആണ്. ആൽഫബറ്റ് -2.78% ഡൗൺ ആണ്. ആമസോൺ -2.71% ഡൗൺ ആണ്. മൈക്രോസോഫ്റ്റ് 1.64% ഡൗൺ ആണെന്നുള്ള. അപ്പം ടെക് ഇനേബിൾഡ് ആയിട്ടുള്ള സ്റ്റോക്സിൽ സ്വാഭാവികമായിട്ടും ഒരു സെൽ ഓഫ് നടന്നു എന്നുള്ളത് വൺ തിങ്. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തോട്ട് നോക്കാം. അതായത് വാൾട്ട് ഡിസ്നി വാസ് ഡൗൺ ബൈ 7.7%. അപ്പോൾ വാൾട്ട് ഡിസ്നി ഒരു ടെക് ഇനേബിൾഡ് കമ്പനി അല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല ടെസ്ല 6.6% ഡൗൺ ആണ്. അത് ടെക് ഇനേബിൾഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ റിഗാർഡ് ചെയ്യാം. എന്നാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ ഗോൾഡ്മാൻ സാക്സ് വാസ് ഡൗൺ ബൈ അറൌണ്ട് -3.4% and JP Morgan Chase was also down by -3.4% and Caterpillar, ഞാൻ കാറ്റർപില്ലറിനെ എടുത്തു പറയാൻ കാര്യം വെച്ചാൽ കാറ്റർപില്ലർ വാസ് ഓൾസോ ഡൗൺ ബൈ -3.4%. കാറ്റർപില്ലർ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ ഗുഡ്സ് കമ്പനിയാണ് എന്നുള്ള. അപ്പോൾ നമ്മൾ എൻ്റർടൈൻമെൻറ്റിൽ വന്നിരിക്കുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ബേസ്ഡ് കമ്പനികളിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഒരു ബ്രോഡ് ബേസ്ഡ് ആയിട്ടാണ് ഫോൾ വന്നേക്കുന്നത്. ഇന്നലെ എയുടെ കൺസേൺ മാർക്കറ്റിലുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായും എയുടെ കൺസേൺ മാർക്കറ്റിൽ തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ മാർക്കറ്റ് വീണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായിരിക്കാം അതിനകത്തുള്ള കാരണം? അപ്പം നമ്മളത് കൂടുതലായിട്ട് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നലെ അതായത് ഈ AI ബബിളിൻ്റെ ഒരു ത്രെട്ട്, AI ബബിൾ ഉണ്ടാക്കാവുന്ന എന്താ പറയുക ഈ ഒരു ഇംപ്ലിക്കേഷൻസ് കൂടാതെ പെട്ടെന്ന് ചിലപ്പോൾ അതായത് ഒന്നാമത് US-ന്റെ ഷട്ട് ഡൗൺ ഒഫീഷ്യലി തീർന്നു അല്ലേ. US ഷട്ട് ഡൗൺ ഒഫീഷ്യലി തീർന്നെങ്കിൽ പോലും ഇനി ഡേറ്റാസ് കുറച്ച് താമസിച്ചേ വരുള്ളൂ. ബിക്കോസ് അമേരിക്ക ഈസ് ജസ്റ്റ് ഗെറ്റിംഗ് ബാക്ക് ടു ഇറ്റ്സ് ഫീറ്റ്. അതായത് പെട്ടെന്ന് വന്ന് നാളെ രാവിലെ തന്നെ എടുത്ത് ഡേറ്റ പുറത്തുവിടാൻ പറ്റില്ലല്ലോ. അതായത് 43-46 ദിവസത്തെ പണി ഇങ്ങനെ ബാക്കി കിടക്കുകയാണെന്നുള്ള. ഇതെല്ലാം ചെയ്ത് കമ്പൈൽ ചെയ്ത് അവരൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഡേറ്റ പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ ദാറ്റ് മീൻസ് ഇപ്പോഴും ഡേറ്റയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി US മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല. അത് അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ അടുത്ത FOMC മീറ്റിംഗ്, അതായത് ഫെഡിന്റെ ഒരു മീറ്റിംഗ് വരികയാണെങ്കിൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തില്ലെങ്കിൽ എന്താവും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് മാർക്കറ്റ് US മാർക്കറ്റ് മൂവ് ചെയ്തത് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ്. കാര്യം ഇതിനു മുമ്പത്തെ കട്ടിന്റെ സമയത്തും ഡേറ്റ അധികം ഇല്ലായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അതായത് CPI ഡേറ്റ വെച്ചിട്ട് മാത്രമാണ് അവർ കട്ട് ചെയ്തത്. അപ്പോൾ ജനറലി അങ്ങനെ തന്നെയായിരിക്കും ഇപ്പോൾ ഇനി വരാൻ പോകുന്ന FOMC മീറ്റിൽ നിന്ന് മാർക്കറ്റ് വിശ്വസിച്ച് മാർക്കറ്റ് ഭേദപ്പെട്ട റാലി നടത്തിയിരുന്നപ്പോൾ ഇന്നലെ ഫെഡിൻ്റെ ഒരു ഗവർണർ, അതായത് ഈ FOMC മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഒരു ഗവർണർ പറയുകയുണ്ടായി. അതായത് മിക്കവാറും അതായത് ഒരു ചെറിയ ഒരു ഇൻഡിക്കേഷനാണ് പറയുന്നത്. അതായത് there may not be a need for a rate cut in the coming FOMC മീറ്റ് എന്നുള്ളത് അദ്ദേഹം ഇൻഡയറക്ട്ലി പറഞ്ഞു വെച്ചു എന്നുള്ളത്. അപ്പം മാർക്കറ്റിൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യും എന്നുള്ള ഒരു ഡിസ്കൗണ്ടിങ് ഹാപ്പൻ ചെയ്യും. അത് നടക്കാതിരിക്കുകയും അതിൻ്റെ കൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫ്യൂലപ്പ് ചെയ്ത ഒരു ബബിൾ കൂടെ നിൽക്കുമ്പോൾ ഒരു ചെറിയ ഒരു ട്രിഗർ മതി മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഈ വക കാര്യങ്ങൾ, അതായത് മാർക്കറ്റ് വാസ് റൈപ്പ്, അതായത് ഒരു കാരണം കാത്തു നിൽക്കുമായിരുന്നു US മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇന്നലത്തെ ഒരു റാലി കൊണ്ട് ഇനി എല്ലാ ദിവസവും അല്ലെങ്കിൽ US മാർക്കറ്റിൽ കറക്ഷനിലേക്ക് പോകാൻ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്കും ഇന്ന് രാത്രി, അതായത് നാളെ രാവിലെ നാളെ രാവിലെ ഓപ്പണിംഗ് അവേഴ്സ് ഇല്ല, നമുക്കിനി തിങ്കളാഴ്ച വരുമ്പോഴത്തേക്കും നാളെ വെള്ളിയാഴ്ച US മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ച US മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്തേക്കാം. പക്ഷേ മാർക്കറ്റിന് ഇപ്പോൾ മുകളിലേക്ക് പോകാനുള്ള ചാൻസിനേക്കാളും താഴെ വീഴാനുള്ള ചാൻസ്, അതായത് ഇന്ന് നമ്മുടെ അടുത്ത് US മാർക്കറ്റിൽ
കയറി എൻട്രി ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലമല്ല. നമ്മൾ എപ്പോഴാണ് മാർക്കറ്റിൽ കയറേണ്ടത്? നമുക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഇവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ മൊമെൻറ്റിൽ അല്ലെങ്കിൽ വാല്യുവേഷനിൽ അല്ലെങ്കിൽ പ്രൈസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി അധികം താഴെ പോകാനില്ല എന്ന് പറയുന്നിടത്താണ് നമുക്ക് വാല്യൂവും ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്നുള്ളത്. നമ്മളിതെല്ലാം പഴുത്ത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം എന്നിരിക്കുന്ന സ്ഥിതിയിൽ ചെന്നാണ് നമ്മൾ അവിടെ ഒരു ഗെയിമിന് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് താഴോട്ട് വരാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. അതായത് റിട്ടേണിനെക്കാട്ടിലും നമുക്ക് റിസ്ക് ആയിരിക്കും കൂടുതൽ എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ FOMC മീറ്റിംഗിൽ ഈ ജോബ്സ് ഡേറ്റയുടെ കാര്യത്തിലൊന്നും ഒരു ക്ലാരിറ്റിയും ഈ ഷട്ട് ഡൗൺ കാരണം കിട്ടിയില്ല. ഈവൻ പ്രൈവറ്റ് ജോബ് ഡേറ്റയാണ് നമ്മളും മറ്റുള്ള മാർക്കറ്റ് കമൻറ്റേറ്റേഴ്സും ഡിസ്കസ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞത്. അതുമാത്രമല്ല, ഇപ്പം നമ്മൾ ഒന്ന് US വിട്ടിട്ട് ഇൻ അനദർ പാർട്ട് ഓഫ് ദ വേൾഡ്, ഇപ്പോൾ ചൈനയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചൈനയിൽ നിന്ന് വരുന്ന ഡേറ്റയും ഒട്ടും കംഫർട്ടിംഗ് ആയിട്ടല്ല എന്നുള്ളത്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നമ്പേഴ്സ് ആണെങ്കിലും ശരി, ഫിക്സഡ് അസറ്റ് ഫോർമേഷൻ നമ്പേഴ്സ് ആണെങ്കിലും ശരി. ഫിക്സഡ് അസറ്റ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഈ റിയൽ എസ്റ്റേറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. ചൈനീസ് റിയൽ എസ്റ്റേറ്റ് അത്ര നല്ല സുഖകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ല എന്നുള്ള. ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിലും ഏതാണ്ട് ചൈന ഇവിടുത്തെ വൺ ഓഫ് ദി ലീഡർ അല്ലെങ്കിൽ ഗ്ലോബലി ദി സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമിയുടെ കാര്യങ്ങളും വലിയ സുഖകരമല്ല എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ സിറ്റുവേഷൻസ് അത്രയ്ക്ക് സന്തോഷം തരുന്നില്ല, നമുക്ക് നെഗറ്റീവ് ആണെന്ന് പറയാനും പറ്റുന്നില്ല എന്നുള്ള. US ട്രഷറി നമ്മൾ നോക്കുകയാണെങ്കിൽ US 10-year ബോണ്ട് yield 4.12% ആയിരുന്നു. ബ്രെന്റ് ക്രൂഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 64.55 $US per barrel എന്നുള്ള ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. കാരണം ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഒരു റഷ്യൻ ഓയിൽ ഡിപ്പോയിലേക്ക് യുക്രൈൻ്റെ ഒരു ഡ്രോൺ അറ്റാക്ക് നടന്ന അവിടെ ഇപ്പോൾ ഈ ക്രൂഡിനെ ഇപ്പോൾ നിശ്ചയിക്കുന്നത് എത്ര മിസൈൽ റഷ്യ അങ്ങോട്ടേക്ക് വിടും, യുക്രൈൻ ഇങ്ങോട്ട് വിടും, ആരുടെയൊക്കെ ഓയിൽ അസറ്റ്സിനെ അല്ലെങ്കിൽ റിഫൈനറീസിനെ അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒന്ന് ആലോചിച്ച് നോക്കുക, അവർ തമ്മിലുള്ള യുദ്ധത്തിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഈ ഓയിൽ ഫെസിലിറ്റീസ് ആണെന്നുള്ളത്. അതിൻ്റെ പൊളിറ്റിക്സും ജിയോ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് സമയം കളയേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. CBOE വോളറ്റിലിറ്റി ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലോസ്ഡ് അറ്റ് 20. അപ്പോൾ അതൊന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചാൽ ദർ ഹാസ് ബീൻ എ ഷാർപ്പ് ഇൻക്രീസ് ആൻഡ് വിച്ച് ടെൽസ് us that US മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഭയങ്കര ഹൈ ആണ്. എ ഫിഗർ ഓഫ് 20 ഓൺ CBOE ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ US മാർക്കറ്റിലെ വോളറ്റിലിറ്റി ഇത്തിരി ഹൈ പെർസെൻറ്റേജിലാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ വിക്സ് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 12.0975. ഞാനൊരു 8.15 ഞാൻ ഈ ഇന്ത്യൻ വോളറ്റിലിറ്റി ഇൻഡെക്സ് നോക്കിയത് ഓപ്പണിനേക്കാളും കുറച്ചൊന്ന് ഡൗൺ ആയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്നില്ല. ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ തീർച്ചയായും ഹാൻഡ് ഓവർ കഴിഞ്ഞിട്ട് ഇന്ത്യൻ മാർക്കറ്റ് ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണക്കിന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്നലെ നടന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതിനകത്ത് ഞാനൊന്ന് കുറച്ച് ഡീപ്പായിട്ട് നോക്കുമ്പോൾ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ FISൻ്റെ സെല്ലിംഗ് ഏതാണ്ട് 384 crores ഉണ്ടായിരുന്നു. എന്നാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബൈ ഏതാണ്ട് 3092 crores ബൈയിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഈ F&Oയിലെ എന്തായാലും ഒരു ഇന്ത്യൻ മാർക്കറ്റിലെ സെല്ലിംഗ് FISൻ്റെയോ FPISൻ്റെ സെല്ലിംഗ് ആണ് റീസൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഒന്നാമത് നിഫ്റ്റി ഐ.ടിയുടെ കാര്യമാണ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ടത്. നിഖിലൊന്ന് നോക്കിയാൽ മനസ്സിലാവും. കാര്യം നിഫ്റ്റി IT ഏതാണ്ട് അല്ലെങ്കിൽ ഈ ടെക് ഇനേബിൾഡ് സ്റ്റോക്സ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏതാണ്ട് 5 ദിവസമായിട്ട് 5% അപ്പായിരുന്നു. അതായത് ആ ഇൻഡെക്സ് അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ബട്ട് ഇന്നലെ US മാർക്കറ്റിൽ വന്ന കറക്ഷൻ എങ്ങനെയാണ് ഇന്ന് നിഫ്റ്റി ഒന്നാമത് 5 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെയും ഉണ്ടാവാം. അതുമാത്രമല്ല US നിന്ന് കിട്ടിയ ഹാൻഡ് ഓവറും വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് നിഫ്റ്റി IT ഇൻഡെക്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. 1% ഇടിവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിഫ്റ്റി IT പരിശോധിക്കുകയാണെങ്കിൽ. ഓബ്വിയസ് ആയിരുന്നു, അത് ഗ്രാൻഡഡ് ആയിരുന്നു, അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഈ നിഫ്റ്റി IT ഇന്ത്യൻ IT അതിൻ്റേതായ ഡൊമസ്റ്റിക് ആയിട്ടുള്ള റീസൺസ് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് മോഡലിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ഇഷ്യൂസ് ആണെങ്കിൽ പോലും US മാർക്കറ്റിലെ നാസ്ഡാക്കിലെ ടെക്നോളജി കമ്പനീസിന് ഒരു നെഗറ്റീവ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയും കൂടി ആ ഒരു പ്രോബ്ലം ഒന്ന് എന്താ പറയുക ഒരു കാസ്കേഡിങ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ US നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാലോ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രേഡ് അല്ലെങ്കിൽ ഡേറ്റാ സെൻറ്റർ അല്ലെങ്കിൽ AI കേപ്പബിലിറ്റീസിന് ചുറ്റുമുള്ള സ്റ്റോക്സിലെ ഓവർ വാല്യുവേഷൻ അല്ലെങ്കിൽ ആ ബബിൾ ടെറിട്ടറിയിലാണ് എന്ന് പറയുന്ന ഡിസ്കഷനാണ് നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് മൈക്കിൾ ബറി എന്ന് പറയുന്നത് നമ്മളൊരു ഹോളിവുഡ് മൂവി ഉണ്ട് ലോങ് ഷോട്ട് അല്ലേ, അല്ല ബിഗ് ഷോട്ട് എന്ന് പറയുന്നത്
മൂവിയിൽ അതിനകത്ത് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ ബെയിൽ പോർട്രേ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഈ മൈക്കിൾ ബറിയുടെയാണ്. ആ ബിഗ് ഷോട്ട് മൂവി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ദ സ്റ്റോറി ഓഫ് മൈക്കിൾ ബറി എന്നുള്ള രീതിയിലാണ്. ഇവിടെ നമ്മൾ ക്രിസ്ത്യൻ ബെയിലാണ് ആ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത്. ആ വ്യക്തി, അതായത് ഫണ്ട് മാനേജ്മെന്റ് ഒക്കെ നിർത്തി അദ്ദേഹം മാർക്കറ്റിലാണ്. ഇപ്പം അദ്ദേഹത്തിന് ഏതാണ്ട് സിയോൺ അസറ്റ് മാനേജ്മെന്റ്, SCION എന്ന് പറഞ്ഞൊരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി കൂടെ ഉണ്ട്. ഹീ ഈസ് ഹെവിലി ഷോർട്ട് ഓൺ AI സ്റ്റോക്സ്. AI സ്റ്റോക്സിൽ വളരെ ഹെവി ആയിട്ട് ഷോർട്ടാണ്. അതിൽ ബേസിക്കലി അദ്ദേഹം NVDAയിലും പലാൻഡിർ ടെക്നോളജീസിലുമാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് ഷോർട്ട് ചെയ്തേക്കണേ. കാര്യം അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് കറക്റ്റായിട്ട് ഫോർകാസ്റ്റ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്ത ആളാണ് എന്നുള്ള ഒരു പാരമ്പര്യവും ഹിസ്റ്ററിയും കൂടെ അദ്ദേഹത്തിനുണ്ടെന്ന് എന്ന് പറഞ്ഞ് അന്ന് കറക്റ്റായി ഇന്ന് കറക്റ്റ് ആവണമെന്നില്ല, ബട്ട് ഹീ ഈസ് ഹെവിലി ഷോർട്ട് ഓൺ ഇറ്റ്. അദ്ദേഹം പറഞ്ഞാൽ AI എന്ന് പറയുന്നത് ഊതി വീർപ്പിച്ച ബബിൾ തന്നെയാണ്. അതിന് 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കുകയാണെങ്കിൽ, അദ്ദേഹം എനിക്ക് തോന്നുന്നു NVDAയിൽ മാത്രം $187 million, $187 million എനിക്ക് തോന്നുന്നു പുട്ട് ഓപ്ഷൻസ് അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല പലാൻഡിറിൽ നോക്കുകയാണെങ്കിൽ $912 million. ഇതിലൊക്കെ അദ്ദേഹം ഒരു പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് സോഴ്സസ് പറയുന്നത് എന്നുള്ള. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇത് ക്ലിക്ക് ആവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു $1 billion കൂടുതൽ അദ്ദേഹം ഈ ട്രേഡിൽ ഏൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇഫ് ഹി ഈസ് പ്രൂവൺ റൈറ്റ് ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ളതാണ്. ബട്ട് ഈ ഓരോ AI സ്റ്റോക്സിൻ്റെ കറക്ഷനും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഹൈപ്പോത്തസിസിനെ, അദ്ദേഹത്തിൻ്റെ തിയറിയെ സാധൂകരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള രസം എന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ AI സ്പേസിൽ മൈക്കിൾ ബറി പറയുന്നത് വെച്ചാൽ AI സ്പേസിലെ ബബിൾ എന്ന് പറയുന്നത് ലേറ്റ് 90s ഏർലി 2000-ൻ്റെയും .com ബബിൾ പോലെയോ അല്ലെങ്കിൽ 2008 ഹൗസിംഗ് ബബിൾ മാതൃകയിൽ തന്നെയാണ് ഈ AI ബബിൾ ഉരുത്തിരിഞ്ഞ് വന്നേക്കണേ എന്നുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൈക്കിൾ ബറിയുടെ കാര്യത്തിൽ. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഹീ ഈസ് അക്യൂസിങ് ബിഗ് കമ്പനീസ്, അതായത് ഈ ഹൈപ്പർ സ്കെയിലേഴ്സ് എന്ന് പറയുന്നത്, ഹൈപ്പർ സ്കെയിൽ ഡേറ്റാ സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ടല്ലോ, അതായത് മൈക്രോസോഫ്റ്റ്, ഓറക്കിൾ, മെറ്റ പോലെയുള്ള കമ്പനികൾക്കെതിരെ അദ്ദേഹം വലിയൊരു അലഗേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ തീസീസാണ് വൈ ഐ വെൻറ്റ് ഷോർട്ട് ഓൺ AI സ്റ്റോക്സ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വക കമ്പനികൾ അവരുടെ അക്കൗണ്ടിങ്ങിൽ ഈ ഡിപ്രിസിയേഷനെ അണ്ടർസ്റ്റേറ്റ് ചെയ്താണ് കാണിക്കുന്നത്. ഡിപ്രിസിയേഷനെ അണ്ടർസ്റ്റേറ്റ് ചെയ്ത് കാണിക്കുന്നു. അതായത് അദ്ദേഹം പറയുന്ന ഒരു സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു ചിപ്പിൻ്റെ സാധാരണ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഏതാണ്ട് 2 to 3 കൊല്ലമാണ്. എന്നാൽ ഇവർ കാണിച്ചിരിക്കുന്നത് 5 കൊല്ലമോ 6 കൊല്ലമോ അതിൻ്റെ മുകളിലേക്കോ, അതായത് ആ ഡിപ്രീസിയേഷൻ ഉണ്ടല്ലോ ആ അണ്ടർസ്റ്റേറ്റ് ചെയ്തിട്ട് ആ ഇയേഴ്സ് അങ്ങ് കൂടുതൽ കാണിച്ച് ഏർണിങ്സ് ആർട്ടിഫിഷ്യലി ബൂസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് എന്നുള്ള ഒരു ആരോപണം കൂടെ മൈക്കിൾ ബറി അവിടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതായത് ആർട്ടിഫിഷ്യലി ബൂസ്റ്റിംഗ് ദ റിപ്പോർട്ടഡ് ഏർണിങ്സ് ബൈ അണ്ടർസ്റ്റേറ്റിംഗ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് അനോമാലിറ്റിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഈ AI റാലി കംപ്ലീറ്റ് ഡ്രൈവ് ചെയ്തിരിക്കുന്നത് ഹോപ്പ്, ബിലീഫ് ആൻഡ് ഹൈപ്പ് എന്നുള്ള രീതിയിലാണ്, അല്ലാണ്ട് ഫണ്ടമെന്റൽസ് ബാക്ക് ചെയ്തിട്ടേ അല്ല. ഭാവിയിൽ ഇത് ഇങ്ങനെ ആവാം എന്ന് വിചാരിച്ച് ഇന്നേ നമ്മൾ ഭാവിയുടെ പൈസ ഇന്നേ കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ, അതായത് ഫണ്ടമെന്റൽസ് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളും മെൻഷൻ ചെയ്തിരുന്നു, നമ്മളൊരു തംബ്നെയിൽ എങ്ങനെ കൊടുത്തിരുന്നു, അതായത് അമേരിക്കൻ AI സ്റ്റോക്കിൽ ഈ സർക്കുലർ ഫണ്ടിങ് ലൂപ്പ് ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞില്ലേ AI A എന്ന് പറയുന്ന ഒരു കമ്പനി ബിക്ക് കാശ് കൊടുക്കുന്നു, ബി എന്ന് പറയുന്ന കമ്പനി എയുടെ കാശ് ഉപയോഗിച്ച് എയുടെ പ്രോഡക്ട്സ് മേടിക്കുന്നു. എങ്ങനത്തെ രീതിയിലുള്ള സർക്കുലർ ഫണ്ടിങ് ലൂപ്പ് നടക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ക്രിയേറ്റിംഗ് എ സെൽഫ് റീഇൻഫോഴ്സിംഗ് ബബിൾ. അതായത് സെൽഫ് ഇൻഫ്ലക്റ്റ് ചെയ്ത തന്നെത്താൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബബിളിലേക്ക് മാറുകയാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിലും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇവിടെ തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ, അതായത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഞാനൊരു ഡിസ്ക്ലൈമറും കൂടെ എല്ലാ പ്രേക്ഷകരോടും പറയാം, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ട. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ തെറ്റാം, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം, ബട്ട് എനിക്ക് എൻ്റേതായ ഒപ്പീനിയൻ ഉണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ എല്ലാവരും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമില്ല. വി എഗ്രി ടു ഡിസഗ്രി എന്നാണല്ലോ പറയുന്നത്. ഞാൻ പറയുന്നത് ഇതേപോലെ ഒരു സർക്കുലർ ഫണ്ടിങ് ലൂപ്പ് ഞാൻ നോക്കുമ്പോൾ IPOയിൽ കാണുന്നുണ്ട്.
ഇന്ത്യൻ IPOയിൽ ഞാൻ നോക്കുമ്പോൾ അതൊരു ടെക്നോളജി ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന പല കമ്പനികളും, ഞാൻ അത് ആക്ച്വലി ആ കമ്പനി നെഗറ്റീവ്സ് ആണെന്നുള്ള ഉദ്ദേശത്തിലല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഇത് ഞാൻ പറയുന്ന പോലെ ഒന്നുമില്ല, ഇതിനെയൊക്കെ ഞാൻ പറയുന്നതിന് അപ്പുറം ഈ സ്റ്റോക്കുകളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യാം. ഇതിലൊന്നും എനിക്ക് ഈ പറയുന്ന പോലെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഇല്ല. ഞാൻ നോക്കുമ്പോൾ ഇന്നലെ സ്വിഗ്ഗിയും, ഞാൻ ഈ IPOന്റെ കാര്യം പറഞ്ഞു വെച്ചല്ലോ, അതായത് പല IPOs ഇപ്പോൾ ലെൻസ് കാർട്ടിൻ്റെ നമ്മൾ ഒരു IPOന്റെ നമ്മൾ ഡീറ്റെയിൽ ചെയ്തായിരുന്നു. പല കമ്പനിയും ട്രേഡ് ചെയ്യുന്ന വാല്യുവേഷൻസ് നമ്മൾ പലപ്പോഴായിട്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ ഇന്നലെ മാർക്കറ്റിൽ ഏതാണ്ട് 3% കൂടുതൽ ഡൗൺ ആയിരുന്നു. എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കണം. ഇപ്പോൾ വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ സ്വിഗ്ഗി വലിയൊരു ഫണ്ട് റേസിംഗ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവർ IPOയിൽ റേസ് ചെയ്തത് എത്രയാണ്? സ്വിഗ്ഗി 11,327 crores ആണ്. അത് കൂടാതെ, അതായത് ഇത്രയും നാൾ പ്രോഫിറ്റ് ആയി എന്ന് മാത്രമല്ല, അത്രയും കത്തി നശിച്ചു പോയിട്ട് അടുത്ത ഒരു 10,000 crores ഒരു QIP, അതായത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് അവർ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കി. എന്തിനാണ്? ഗ്രോത്ത് ഫണ്ട് ചെയ്യാൻ, ഇന്നോവേഷന് വേണ്ടിയിട്ട്, സ്ട്രാറ്റജിക് റിസർവ്സ് ബൂസ്റ്റ് ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് അടുത്ത 10,000 കോടി റേസ് ചെയ്യുന്നു. ഓക്കെ, ആയിക്കോട്ടെ, അതിന്റെ ബിസിനസ് മോഡൽ അങ്ങനെ ആയിരിക്കാം, എനിക്ക് തർക്കമൊന്നുമില്ല. അതായത് അങ്ങനെ ആയിരിക്കാം പുതിയ ഇൻഡസ്ട്രിയെ വാല്യൂ ചെയ്യേണ്ടത്. ഞാൻ ചിലപ്പോൾ ഒരു ഓൾഡ് സ്കൂൾ ഓഫ് തോട്ട് ആയതുകൊണ്ട് എനിക്കത് മനസ്സിലാവാത്തായിരിക്കാം. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് പെർ ഷെയറിന് 371 to 390 rupees-നാണ് ഈ QIP അവർ വച്ചിരിക്കുന്നത്, ഈ ഫണ്ട് റേസിംഗ് വച്ചിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ ഇന്നലത്തെ ക്ലോസിംഗ് കണ്ടപ്പോൾ എനിക്ക് 380 രൂപ ഉണ്ടായിരുന്നു ക്ലോസിംഗ്. സോഴ്സസ് ബോംബെന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് മനസ്സിലാകാൻ കണ്ട് ഈ പേപ്പർ സ്വിഗ്ഗി, നമ്മൾ പേപ്പർ എന്നാണ് ഈ ക്വാളിഫൈഡ്, അല്ലെങ്കിൽ ഈ ഫണ്ട് റേസിങ്ങിനൊക്കെ പേപ്പർ എന്ന് നമ്മളൊരു ജനറൽ ട്രെയിൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പേപ്പർ എന്നുള്ള ഉദ്ദേശത്തിലല്ല പറയുന്നത്. അതായത് ആ പേപ്പർ, ആ ഒരു QIP എന്ന് പറയുന്നത് വളരെ മോശം ഡിമാൻഡാണ് പറയുന്നത്. അതായത് ഒരു വീക്ക് ഡിമാൻഡാണ് അതിന് വന്നേക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ പ്രൈസിൽ പൈസ റേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇനി സ്വിഗ്ഗി അത് റിവൈസ് ചെയ്യോ, വി ഡു നോട്ട് നോ. ആ പ്രൈസ് QIPയുടെ പ്രൈസ് കുറയ്ക്കുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ബട്ട് ഈവൻ ദെൻ ഇത് സ്വിഗ്ഗിയെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. ഇങ്ങനെ ഒരു ഇഷ്യൂ വന്ന് സ്വിഗ്ഗി പ്രൈസ് കുറയുകയാണെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോം കമ്പനീസിന്റെ വാല്യുവേഷനെ ബാധിക്കുമോ എന്നുള്ളത് നോക്കണം. ബാധിക്കും എന്നല്ല ഞാൻ പറയുന്നത്, ഞാനൊരു പോസിബിലിറ്റി മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇത് അഭിപ്രായം ഓപ്പോസിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അഭിപ്രായം ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ആയിരിക്കും നടക്കണം. ഞാനൊരു 100% റോങ് ആവും. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. സ്വിഗ്ഗിയുടെ ഈ QIP വേണ്ട രീതിയിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മൈറ്റ് അഫക്ട് നോട്ട് ഓൺലി സ്വിഗ്ഗി ഓർ സൊമാറ്റോ ഓർ ഇറ്റേണൽ, മറ്റുള്ള പ്ലാറ്റ്ഫോം കമ്പനീസിനും കൂടെ വന്നേക്കാം എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പൈസ ഒരുപാട് ഒരു സ്ഥലത്തേക്ക് കയറുമ്പോഴേ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, നമുക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ 2 രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം മാർക്കറ്റിൽ. ഇതെനിക്ക് പ്രേക്ഷകരോടാണ് സംസാരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത്, വി ക്യാൻ ബൈ ഇൻ ടു എ കമ്പനി ഓർ എ സെക്ടർ ഓൺ ബിലീഫ് ഓർ ഹോപ്പ് ദാറ്റ് ദ സ്റ്റോറി വിൽ പ്ലേ ഓൺ, അല്ലേ? ഇപ്പോൾ എന്താ പറയുക, ഇലക്ട്രിക് വെഹിക്കിൾസ് 2030 ആവുമ്പോഴത്തേക്കും ഈ EV ബിസിനസ് എന്ന് പറയുന്നത് ഇത്രയും ഗ്രോ ചെയ്തേക്കാം ഒന്ന്. അല്ലെങ്കിൽ ഈ ഫുഡ് ഡെലിവറി ബിസിനസ് അല്ലെങ്കിൽ ക്വിക്ക് കോമേഴ്സ് 2030 ഇത്രയും ആയേക്കാം. അല്ലെങ്കിൽ അതേപോലെയുള്ള സെമി കണ്ടക്ടർ ചിപ്സ്, AI സ്റ്റോക്സ്, ഡേറ്റാ സെൻറ്റർ സ്റ്റോക്സ് ഒക്കെ 2030 ഇത്രയും ആയേക്കാം എന്ന് പറഞ്ഞാണ് നമ്മളിപ്പോൾ ഒരു സെറ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആ ഹോപ്പിൽ, ആ സ്റ്റോറി, ആ സ്ക്രിപ്റ്റിനെ ബിലീവ് ചെയ്ത് ആ ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ബട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ വാല്യുവേഷൻ എന്ന് പറയുന്നത് ആ ഫ്യൂച്ചറിൽ 2030 വാല്യുവേഷനിലാണ് നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. സ്റ്റോറീസ് പ്ലേ ചെയ്തോട്ടെ, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇൻഫോസിസിലും വിപ്രോയിലും നമ്മൾ പണ്ട് 90കളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്തും അതും വെറും ഒരു സ്റ്റോറിയായിരുന്നു. ആ സ്റ്റോറി അവർ മാനേജ്മെന്റ് പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ ആ വലിയ രീതിയിൽ പ്ലേ ഔട്ട് ചെയ്തപ്പോൾ നമുക്കൊക്കെ വലിയ വെൽത്ത് ക്രിയേഷൻ നടന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അന്ന് നമ്മൾ ആ സ്റ്റോക്ക് മേടിക്കുമ്പോൾ അതിൻ്റെ വാല്യുവേഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എവറിത്തിങ് ഹാസ് ഗോട്ട് എ പ്രൈസ്. ഇപ്പം നമ്മൾ തന്നെ കുറച്ച് മുമ്പേ ഷോയ്ക്ക് മുമ്പേ പറഞ്ഞു, 250 രൂപയ്ക്ക് ബിരിയാണി 400 രൂപ കൊടുത്ത് മേടിക്കുന്നത് മനസ്സിലാക്കാം, 800 രൂപ കൊടുത്ത് മേടിക്കുന്നത് മനസ്സിലാക്കാം. 250 രൂപയുടെ ബിരിയാണി 10,000 രൂപ കൊടുത്തിട്ട് നമ്മൾ 10 കൊല്ലം കഴിയുമ്പോൾ അത് 10,000 ആയിരിക്കും എന്ന് പറഞ്ഞ് ഇപ്പോഴേ മേടിച്ച് വെക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചില സൈഡിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് അത് തെറ്റാണെന്നല്ല. അത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർ, അതിൽ ഒരുപാട് കാശുണ്ടാക്കുന്നവരുണ്ട്, നമ്മളെക്കാളും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നമ്മളെക്കാളും നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നമ്മളെക്കാട്ടിലും പൈസ ഉണ്ടാക്കിയ ഒരുപാട് പേര് ആ ഒരു സ്റ്റോറി പ്ലേ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. ബട്ട് ഇപ്പുറത്ത് ചില കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ആ കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത് ദേ ഡോണ്ട് പ്ലേ ഓൺ ഹോപ്പ്, ദേ ഡോണ്ട് പ്ലേ ഓൺ ബിലീഫ്, ദേ ഡോണ്ട് പ്ലേ ഓൺ സ്റ്റോറി. അവർ ഇന്നത്തെ മാർക്കറ്റിൽ എവിടെയെങ്കിലും ഒരു അനോമാലിറ്റി കണ്ടിട്ടുണ്ടോ? അതായത് ഫണ്ടമെന്റൽസും പ്രൈസും തമ്മിൽ ഒരു ഡൈവേർജൻസ് ഉണ്ടോ
എന്നാൽ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി അവർ കാണും. അതായത് ചില നല്ല കമ്പനികൾ ഒരു വൺ ഓഫ് കാര്യങ്ങൾ കാരണം ആ സ്റ്റോക്ക് താഴേക്ക് വന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞു ഏഷ്യൻ പെയിന്റ്സ്, ഇന്നലെ ജെഫ്രീസിന്റെ റിപ്പോർട്ട് എന്താ ടൈറ്റിൽ ചെയ്ത് ദ കിങ് ഈസ് ബാക്ക് എന്ന്. ആ കിങ് ഈസ് ബാക്ക് എന്ന് പറയുന്ന കമ്പനിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കരുത്. അതായത് 4th March 2025 ഏഷ്യൻ പെയിന്റ്സിന്റെ വില എത്ര? 2132, 2132 രൂപ. ഇന്നലെ ക്ലോസ് ചെയ്തോ 2879 rupees. അതായത് a cool 35% അബ്സല്യൂട്ട് റിട്ടേൺ. അതിനെ പ്രൊജക്ട് ചെയ്ത് ഇയർലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 54% റിട്ടേൺ ഏഷ്യൻ പെയിന്റ്സ് പോലെ ട്രഡീഷണൽ ബിസിനസ് ആയ IPO വന്ന് അടുത്ത കാലത്ത് റേസ് ചെയ്യാത്ത വളരെ നല്ല ഭേദപ്പെട്ട വാല്യുവേഷനിൽ നമുക്കത് കിട്ടി എന്നുള്ളതാണ്. അപ്പം ചില ഇൻവെസ്റ്റേഴ്സ്, അതായത് വൺ സ്കൂൾ ഓഫ് തോട്ട്, അത് മേ ബി ഇത് ഓൾഡ് സ്കൂൾ ഓഫ് തോട്ട് ആയിരിക്കാം, അവരെപ്പോഴും നോക്കുന്നത് വെച്ചാൽ ഇതേപോലുള്ള ഒരു അനോമാലിറ്റി, അതായത് ഇങ്ങനെ ഒരു കമ്പനി ഒരു താൽക്കാലികമായിട്ടുള്ള കാരണങ്ങളാൽ താഴെ വരണമെങ്കിൽ അതിനൊരു വാല്യൂ ഇല്ലേ എന്ന് പറയും. നമ്മൾ ഇന്നാളൊരു ബോംബെ ഡൈയിങ് സ്റ്റോക്കിന്റെ കാര്യം പറഞ്ഞല്ലോ, അതായത് നമ്മൾ ബോംബെ ഡൈയിങ് ഗ്രൂപ്പിന്റെ സ്റ്റോക്ക് പറഞ്ഞു, നമ്മൾ ബോംബെ ബർമ ട്രേഡിംഗ് കമ്പനി. അതിനകത്ത് നമ്മൾ പറഞ്ഞു ബ്രിട്ടാനിയയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് വളരെ കുറവാണ്. അതായത് ഹോൾഡിംഗ് കമ്പനീസ് എന്ന് പറയും. അതായത് അവിടെ ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. ആ സ്റ്റോക്ക് കയറുമെന്നില്ല, ഇന്നത്തെ ദിവസം തന്നെ വാല്യൂ കാണിക്കുന്നു. അതായത് ഇന്നത്തെ ദിവസം തന്നെ വാല്യൂ കാണിക്കുമ്പോൾ എന്തിനാണ് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിന് ബെറ്റ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന വേറൊരു കൂട്ടരും കൂടെ മാർക്കറ്റിൽ ഈ രണ്ട് കൂട്ടരും കോ എക്സിസ്റ്റ് ചെയ്താണ് ഈ എക്കോ സിസ്റ്റത്തിൽ പോകുന്നത്. അതായത് രണ്ടുപേര് പറയുന്നതും ശരിയാവാം, രണ്ടുപേര് പറയുന്നതും തെറ്റാവാം. ബട്ട് ചില സന്ദർഭങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം, നമുക്ക് ചില കളി കളിക്കാൻ പോകുമ്പോൾ ഈ കളി നിങ്ങൾ തോക്കാനുള്ള സാധ്യത 80% കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കളി കളിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മാർക്കറ്റിൽ സാധാരണ പറയുന്നത്. ഞാനൊരു സ്പോർട്സിൻ്റെ കാര്യമില്ല, സ്പോർട്സിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വാലറാണ്, ഒരു ചാമ്പ്യനാണ് എന്നുള്ളത്. പക്ഷേ മാർക്കറ്റിൽ നമുക്ക് പോകുന്നത് പ്രൈഡ് അല്ല പോകുന്നത്, നമ്മുടെ പൈസയാണ് പോകുന്നത്. ഇപ്പോൾ സ്പോർട്സിൽ പോകുമ്പോൾ നമ്മൾ കളിക്കാൻ ഓപ്പോസിറ്റ് ടീം വളരെ സ്ട്രോങ് ആണ്, ഞാൻ എന്തിനാണ് കളിക്കാൻ പോകണം എന്നുള്ളത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ല. നമ്മൾ പോയി അവിടെ ഫൈറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആ കളി ഡിമാൻഡ് ചെയ്യുന്നത്. ആ കളി പോയി കളിച്ച് നമ്മൾ തോറ്റാലും ഓണറബിൾ ആയിട്ട് നമ്മളൊരു ഡിഫീറ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഒരു ഹീറോ ആയിട്ടായിരിക്കാം ജനങ്ങൾ കണക്കാക്കുന്നത്. എന്നാൽ നമ്മൾ മാർക്കറ്റിൽ അതേ സിറ്റുവേഷനിൽ കളിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളെ ഒരിക്കലും ഹീറോ ആയിട്ട് ജനങ്ങൾ കണക്കാക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അങ്ങനെയല്ല കളിക്കേണ്ടത്. നമ്മുടെ ധീരതയ്ക്കുള്ള അവാർഡ് നേടാനുള്ള സ്ഥലമല്ല മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പൈസ എങ്ങനെ ഇരട്ടിക്കാം അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഉണ്ടാക്കാം എന്നുള്ള ഒരു ഗെയിം കളിക്കാനുള്ളതാണ് മാർക്കറ്റ്. എങ്കിൽ ഓപ്പർച്യൂണിറ്റിക്ക് അടിമയായിരിക്കണം നിങ്ങൾ, അല്ലാണ്ട് കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ആവരുത് എന്നുള്ളതാണ് മാർക്കറ്റ് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞ് ഞാൻ ഈ പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഞാൻ തെറ്റിക്കോട്ടെ, ഓപ്പോസിറ്റ് അഭിപ്രായമുള്ളവരുണ്ട്, ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്നാൽ ഇതല്ലേ, എന്നാൽ അതല്ലല്ലോ, എന്നാൽ ഇതല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ മാറ്റാനും പറ്റില്ല, നമുക്ക് പ്രേക്ഷകരെ മാറ്റാനും പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞത് എൻ്റെ ഒരു സൈഡാണ്, രണ്ട് വശവും നിങ്ങളുടെ മുന്നിലേക്ക് നിരത്തുക എന്നുള്ളതാണ് മൈഫിന്റെ ഡെസ്കിന്റെ റിസർച്ചിന്റെ ഒരു ചുമതല എന്ന് പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ, രണ്ട് ഭാഗത്തും ശരിയാവാനുള്ള സാധ്യതകളുണ്ട്, രണ്ട് ഭാഗവും തെറ്റാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ നമ്മൾ നോർമലായിട്ട് ഒരു ആവറേജ് പേഴ്സൺ റാഷണാലിറ്റിയോടെ കോമൺ സെൻസ് ആയിട്ട് നോക്കണമെങ്കിൽ എപ്പോഴും രണ്ട് രീതിയും വർക്ക് ചെയ്യില്ല. ഏത് സൈഡാണോ ഒരു സമയത്ത് വർക്ക് ചെയ്യുന്നത് ആ സൈഡ് നമ്മൾ കളിക്കണം, ഏത് സൈഡാണോ ആ സമയത്ത് വർക്ക് ചെയ്യേണ്ടത് അത് കളിക്കണം. അതായത് നമ്മൾ നമ്മുടെ സിറ്റുവേഷൻസും പരിസ്ഥിതിയും നമ്മളെ എൻവയറൺമെന്റും നേച്ചറും നോക്കിയിട്ട് വേണം, കാലാവസ്ഥ നോക്കിയിട്ട് വേണം നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ. വെയിലാണെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങനത്തെ രീതിയിൽ ഇറങ്ങണം, മഴയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ട് ഇറങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ലൈവ് അപ്ഡേറ്റ് എടുക്കാം. സാർ, അടുത്തതായിട്ട് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഒരു സ്പോട്ട്ലൈറ്റ് ബിസിനസ്സാണ്. ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ള സ്പോട്ട്ലൈറ്റ് ബിസിനസ് ഏതാണ്? എനിക്കില്ല, സ്പോട്ട്ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഇലക്ഷന്റെ കാര്യത്തിൽ ചെറിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ റിസൾട്ട് ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ലീഡിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. കാര്യം പൊളിറ്റിക്സ് ഒന്നും നമ്മുടെ ഒരു വിഷയമല്ല. പക്ഷേ ഇതിനകത്ത് ഈ മാർക്കറ്റിന്റെ അൺസർട്ടനിറ്റിയും പൊളിറ്റിക്സും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞു, എസ്പെഷ്യലി ബീഹാർ ഇലക്ഷൻസ്. അതിൽ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പോലും ഇപ്പം നമ്മൾ കാണിക്കുന്നത് ഇലക്ഷൻ ട്രെൻഡ്സ് വെച്ച് നോക്കുമ്പോൾ ഭരണപക്ഷം ഭയങ്കര രീതിയിൽ ലീഡ് ചെയ്യുന്നു, അല്ലേ? ഇപ്പുറത്ത് പ്രതിപക്ഷം നല്ല രീതിയിൽ ട്രെയിൽ ചെയ്യുന്നു എന്നല്ല. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഭരണപക്ഷത്ത് തന്നെ രണ്ട് ടൈപ്പ് പാർട്ടികളുണ്ട്. ഒരു സെൻട്രൽ ഗവൺമെന്റിൽ ഇരിക്കുന്ന മെയിൻ നാഷണൽ പാർട്ടി, ഒരു റീജിയണൽ പാർട്ടിയുണ്ട്. പ്രതിപക്ഷത്തിലോ ഒരു ചെറിയ തോതിൽ ഒരു നാഷണൽ പാർട്ടിയുണ്ട്, വലിയ രീതിയിൽ ഒരു റീജിയണൽ പാർട്ടിയുണ്ട്. ഇനി ഇപ്പുറത്ത് ഭരണപക്ഷം തന്നെയാണ് നിലനിർത്തുകയെന്ന് വിചാരിക്കുക, ബീഹാർ. അതിൽ ഈ റീജിയണൽ പാർട്ടി നാഷണൽ പാർട്ടിയെക്കാളും കൂടുതൽ സീറ്റ് കിട്ടുകയാണെന്ന് വിചാരിക്കുക. ഇപ്പുറത്ത് പ്രതിപക്ഷത്തിൽ റീജിയണൽ പാർട്ടിക്ക് കൂടുതൽ സീറ്റ് കിട്ടുകയാണെന്ന് വിചാരിക്കുക. ഇവർ രണ്ടുപേരും ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടെ മാർക്കറ്റിന് ഒരു ചലഞ്ച് ആയിരിക്കും 1-2 ദിവസത്തേക്ക് എന്നാണ്
എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒന്നായിട്ട് ഇലക്ഷൻ ഫേസ് ചെയ്തവർ ജയിച്ചു. പക്ഷേ ഇനിയും പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ മാറുമോ റിസൾട്ട് വന്നതിന് ശേഷം എന്നുള്ള കാര്യത്തിലും നമുക്കൊരു ഉറപ്പില്ല. കാര്യം അങ്ങനത്തെ ഒരു സംസ്ഥാനമാണ് ബീഹാർ, അതിന് അങ്ങനെ ഒരു ചരിത്രമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കേണ്ടിയിരിക്കണം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ച് ഞാനൊന്ന് മാറുന്നു എന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇലക്ഷനെ കുറിച്ച് പറയാൻ. അല്ലാതെ ആര് ജയിച്ചാലും ഇല്ലെങ്കിലും നമുക്കതൊരു വിഷയമേ അല്ല എന്നുള്ള. നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിനെ കുറിച്ച് ആലോചിക്കാം. നമ്മൾ ഈ സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിൽ തന്നെ പറയാം, നമുക്ക് എന്ത് തരം ബിസിനസ്സുകളായിരിക്കും സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല താല്പര്യം. നമുക്ക് കൂടുതലും നല്ലൊരു ഹൈ പ്രോഫിറ്റ് മാർജിൻ തരുന്ന ബിസിനസ്സിനെ അല്ലേ നമ്മൾ എപ്പോഴും നല്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ. ലോ മാർജിൻ തരുന്ന ബിസിനസ്സുകളൊക്കെ നമ്മൾ പറഞ്ഞാൽ ഈ ബിസിനസ്സൊക്കെ ചെയ്താൽ എന്താ വലിയ ചെറിയ, അതായത് 100 രൂപയ്ക്ക് ഒരു സാധനം വിറ്റാൽ വെറും 2 രൂപയാണ് കിട്ടുന്നത്, ഞാൻ എന്തിനാ ചെയ്യണം? അതേസമയം മറ്റേതൊക്കെയാണ് ഈ 100 രൂപയുടെ ഒരു പ്രോഡക്റ്റ് ഞാൻ വിൽക്കുകയാണെങ്കിൽ 20 രൂപ എനിക്ക് കിട്ടും. അതായത് പ്രോഫിറ്റ് മാർജിൻ നമുക്ക് എന്നും, അതായത് ഒരു അട്രാക്ഷൻ ആയിരുന്നു. മോർ പ്രോഫിറ്റ് മാർജിൻ മീൻസ് ഗുഡ് ബിസിനസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. എന്നാൽ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ഇതിനെ ആലോചിച്ച് നോക്കാം. അതായത് വേറൊരു ആംഗിളിൽ കൂടി ഈ ബിസിനസ് കാണാം. നമ്മൾ നമ്മുടെ നെയ്ബർഹുഡിൽ അല്ലെങ്കിൽ ജംഗ്ഷനിൽ നമ്മൾ തന്നെ ഒരു കട തുറന്നു എന്ന് വിചാരിക്കാം, ഒരു പേസ്ട്രി ഷോപ്പ് അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പ് തുറന്നു എന്ന് വിചാരിക്കാം. നമ്മളത് നല്ല പ്രോഡക്റ്റ് കൊണ്ടുവന്ന് വിറ്റു, ആൾക്കാർക്ക് ആ പേസ്ട്രി ഇഷ്ടപ്പെട്ടു, ഒരുപാട് പേര് വന്നു. ആ ജംഗ്ഷനിൽ നമ്മൾ മാത്രമാണ് പേസ്ട്രി ഷോപ്പ് നടത്തുന്നതെന്ന് വിചാരിക്കുക. അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് 20% പ്രോഫിറ്റ് മാർജിൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു, ബിസിനസ് നന്നായി പോകും. അതായത് 100 രൂപയുടെ ഒരു പ്രോഡക്റ്റ്, ഒരു പേസ്ട്രി വിൽക്കുമ്പോൾ 20 രൂപ നമുക്ക് പോക്കറ്റിൽ കിട്ടുന്നു എന്നുള്ളതാണ് അതിനുള്ള പ്രത്യേകത. അത് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നു, നമ്മൾ നല്ല രീതിയിൽ കാശുണ്ടാക്കിയിരിക്കുന്നു, നല്ല രീതിയിൽ ഹിറ്റ് ആവുന്നു. നമുക്ക് കോമ്പറ്റീഷൻ വരില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. തീർച്ചയായിട്ടും പുറത്തു നിന്ന് വേറൊരു ബിസിനസ്മാൻ നോക്കുമ്പോൾ കൊള്ളാലോ, ഈ ബിസിനസ് ഇവിടെ തുടങ്ങുകയാണെങ്കിൽ അയാൾ കൊടുക്കുന്ന പോലെ തന്നെ നല്ല പ്രോഡക്റ്റ് നമുക്കും കൊടുക്കാൻ പറ്റുമെങ്കിൽ, അത് ചെറിയ ഒരു ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അയാളുടെ ബിസിനസ്സിനെ നമുക്ക് എടുത്തൂടെ? സ്വാഭാവികമായിട്ട് തോന്നും. അപ്പൊ ജംഗ്ഷനിലേക്ക് വേറൊരു കട വരുന്നു, നമ്മൾ 20% എന്ന് പ്രോഫിറ്റ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് അദ്ദേഹം ഉണ്ടാക്കുന്നു. എന്നാൽ അദ്ദേഹം കുറച്ച് ഡിസ്കൗണ്ട് കൊടുത്ത് 20% മാർജിൻ ഉണ്ടാക്കുന്നതിന് പകരം 18% മാർജിൻ കുറയ്ക്കും. മനസ്സിലായി? അപ്പൊ അവിടെ ഒരു കോമ്പറ്റീഷൻ വന്നു. ഇത് 2 പേരല്ലേ ആയുള്ളൂ, മൂന്നാമതൊരാൾ തുടങ്ങൂല എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. ഇതേപോലെ തന്നെ മൂന്നാമതൊരാൾ വരുന്നു, നല്ല ക്വാളിറ്റി പേസ്ട്രി ഓഫർ ചെയ്യുന്നു. ഇവരെ 2 പേരുടെയും ബിസിനസ് പിടിക്കാൻ വേണ്ടി ഈ 18 എന്നുള്ളത് കുറച്ച് 15 ആക്കും. അങ്ങനെ ആ ഇൻഡസ്ട്രി തന്നെ പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞ് താഴേക്ക് പോകുന്നു. ബിക്കോസ് ഓഫ് വാട്ട്? കോമ്പറ്റീഷൻ ഹാസ് ഇൻക്രീസ്ഡ് അല്ലേ? ഇത് ചിലപ്പോൾ അങ്ങനെ വേണമെന്നില്ല. ചിലപ്പോൾ ഇത് കഴിഞ്ഞാലും ഇപ്പൊ ചിലപ്പോൾ ചില പ്രേക്ഷകർ എൻ്റെ അടുത്ത് ചോദിക്കാം, 20% നല്ല പ്രോഫിറ്റ് മാർജിൻ കൊടുത്ത് നല്ല സാധനം കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ വരുമായിരിക്കും. ആ സിറ്റുവേഷനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ സംസാരിക്കുന്നത് കോമ്പറ്റീഷൻ വരുന്ന ഒരു സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോഫിറ്റ് മാർജിൻ ഇടിഞ്ഞ് താഴേക്ക് പോകുമ്പോൾ 20% ആദ്യം ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്ക് അവരുടെ പ്രോഫിറ്റ് മാർജിൻ കുറയുമ്പോൾ പ്രോഫിറ്റ് ഭാവിയിൽ കുറഞ്ഞു വരൂലേ? അതാണ് നമ്മൾ പറഞ്ഞ ഒരു സിറ്റുവേഷൻ. ഇനി നമ്മൾ അതേ പേസ്ട്രി ഷോപ്പ് ജംഗ്ഷനിൽ തുടങ്ങുന്നു എന്ന് വിചാരിക്കാം. നമുക്ക് ആ പാട് 2% മാർജിനിലാണ് നമ്മൾ ബിസിനസ് തുടങ്ങിയത്. 2% മാർജിൻ, അതായത് 100 രൂപയുടെ ഒരു പേസ്ട്രി വിറ്റാൽ നമുക്ക് കിട്ടുന്നത് വെറും 2 രൂപ. പക്ഷേ നമുക്ക് 2 രൂപയ്ക്ക് അത് വിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള. അപ്പൊ എന്താ, ചിലപ്പോൾ 100 രൂപയ്ക്ക് വിൽക്കുന്നതിന് വരെ നമ്മൾ വിൽക്കുന്നത് 50 രൂപയ്ക്കായിരിക്കും. അതാണ് നമ്മുടെ എഫിഷ്യൻസി. 2 രൂപ നമ്മൾ പ്രോഫിറ്റ് എടുക്കും. ഒരു കോമ്പറ്റീറ്റർ വരും, നോക്കും, 2% പ്രോഫിറ്റ് മാർജിനേ ഉള്ളൂ അല്ലേ, കിടപിടിക്കാൻ പറ്റില്ല, അവരായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, മാറിപ്പോവും അല്ലേ? ചിലപ്പോൾ ഈ ഒരു ഷോപ്പ് മാത്രമേ ആ ജംഗ്ഷനിൽ ഉണ്ടാവുള്ളൂ. കാര്യം എന്താ, ഈ 2% മാർജിനിലേക്ക് ഒരാളുടെ എക്കണോമിക്സും അതിലേക്ക് എത്തിക്കില്ല. ഈ നടത്തുന്ന എൻ്റെ കടയ്ക്ക് മാത്രമേ ആ 2% എക്കണോമിക്സ്. അത് ചിലപ്പോൾ ഞാൻ വളരെ വില കുറച്ച് റോ മെറ്റീരിയൽ മേടിക്കുന്നുണ്ടായിരിക്കാം, സപ്ലയേഴ്സ് ആയിട്ട് നല്ല ബന്ധം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സപ്ലയർ എൻ്റെ ബന്ധുവായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ബ്രാൻഡ് നെയിം ആയിരിക്കാം. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എനിക്ക് 2% മാർജിനിൽ ഇത് ഓഫർ ചെയ്യാൻ പറ്റും, മറ്റേ കടക്കാരന് ഈ മാർജിനിൽ ഓഫർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ലോവർ പ്രോഫിറ്റ് മാർജിൻ ഉള്ള കമ്പനിക്ക് പോലും ഒരു ബിസിനസ്സിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പ്രോഫിറ്റ് മാർജിൻ ഒരു മാനദണ്ഡമല്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ എങ്ങനെയാണോ നമ്മൾ റോ മെറ്റീരിയൽ സോഴ്സ് ചെയ്യുന്നത്, നമ്മുടെ സപ്ലൈ ചെയിൻ നമ്മൾ മാനേജ് ചെയ്യണത്, കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ കൂടെ തന്നെ ക്വാളിറ്റി പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതൊരു കഴിവാണ്. ചെറിയ മാർജിനിൽ ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത്. അപ്പോൾ വേറെ ഒരു ആരും വന്ന് നമ്മൾ അത് എടുക്കില്ല. അതേപോലെ തന്നെ നമ്മൾ നോക്കാം, ഈ വലിയ രീതിയിൽ ഇപ്പോൾ റിലയൻസ്, ടാറ്റാസ്, ദ ബിർലാസ്, ദ SRs, അഡാനീസ്, അവരൊക്കെ ഏത് ടൈപ്പ് ബിസിനസ്സിലായിരിക്കും ഇൻട്രസ്റ്റ്? അവർ ഇൻട്രസ്റ്റഡ് ആവുന്ന നല്ല പ്രോഫിറ്റ് മാർജിൻ ഉള്ള ഒരു ബിസിനസ് കണ്ട ഒന്നില്ലെങ്കിൽ ആ ബിസിനസ്സിലേക്ക് ഇടപെട്ടിട്ട് ആ ചെറിയ പ്ലെയറിനെ അടിച്ചു കളയും, അല്ലെങ്കിൽ ആ ചെറിയ പ്ലെയറിനെ ഇവർ മേടിക്കും. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കോർപ്പറേറ്റ് സർക്കിളിൽ നമ്മൾ കാണാറുള്ളത്. എന്നാൽ ഒരു ബിസിനസ്സിന്
വെറും 2%, 1.5%, 3% മാർജിൻ ഉള്ളൂ എന്ന് നമ്മൾ അറിയുമ്പോൾ എന്താ, അതിലിടപെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതിനകത്ത് വലിയ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇതേപോലെ നമുക്ക് ബിൽഡ് ചെയ്യാൻ നോക്കൂല. ആ ഇരിക്കുന്ന കമ്പനി ബിൽഡ് ചെയ്തിരിക്കുന്നത് എത്രയോ കൊല്ലം കൊണ്ടാണ് ഈ പ്രോഫിറ്റ് മാർജിൻ ഇങ്ങനെ ആ കോസ്റ്റ് കൺട്രോൾ ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. അതിലിറങ്ങി വെറുതെ സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങോട്ടേക്ക് ക്യാപിറ്റൽ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടുന്ന എഫേർട്ട് വളരെ കുറവാണ്. അതിൽ നിന്ന് ഭേദം നമുക്ക് ഹൈ മാർജിൻ ബിസിനസ്സിലേക്ക് പോകാമെന്നായിരിക്കാം ഒരു പക്ഷേ വലിയ കോർപ്പറേറ്റ് പ്ലെയേഴ്സ് ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതൊരു ബിസിനസ്സിന്റെ ഒരു ഡൈനാമിക് ആണ്, ഒരു എക്കണോമിക്സ് ഓഫ് എ ബിസിനസ് ഞാൻ പറഞ്ഞിട്ട് ഞാനത് മാറ്റിവെക്കും. ഇനി നമുക്ക് വേറൊരു സിനാരിയോ നോക്കാം. ഇപ്പോൾ ആപ്പിൾ, എനിക്ക് തോന്നുന്നു ആപ്പിൾ iPhone 17 അല്ലേ ലേറ്റസ്റ്റ് ഇറങ്ങിയത്, എനിക്ക് തോന്നുന്നു 9th September 2025 ഇറങ്ങിയെങ്കിലും ഇന്ത്യയിൽ സെയിൽ തുടങ്ങിയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 19-ാം തീയതി തന്നെയായിരുന്നു. 19-ാം തീയതി സെപ്റ്റംബറിലായിരുന്നു വന്നതെന്നുള്ള. അപ്പം നമുക്കറിയാം ആപ്പിളിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റോർ ഇന്ത്യയിൽ ചെറിയ എനിക്ക് തോന്നുന്നു വളരെ 2-3 സ്റ്റോഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ ഇവിടുന്ന് മേടിക്കുന്നത് ആപ്പിളിൻ്റെ റീസെല്ലേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് അല്ലേ. കൂടുതലും ആപ്പിൾ റീസെല്ലേഴ്സിൻ്റെ അടുത്ത് നമ്മൾ മേടിക്കാൻ നേരത്ത് നമ്മൾ കാണാമല്ലോ ഈ ഐഫോണിൻ്റെ പ്രത്യേകം വെച്ചാൽ നല്ല ഒരു ഹൈപ്പ്, മാർക്കറ്റിംഗ് ഹൈപ്പ് അവർ ബ്രാൻഡിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാർ ക്യൂ നിൽക്കും. ഞാനിത് ആപ്പിളിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് സാംസങ്ങിനാവാം, ഹുവാവൈക്ക് ആവാം, എന്തോ ആവട്ടെ, ഓരോരുത്തരുടെ മൊബൈൽ അനുസരിച്ചെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ആപ്പിളിന് അങ്ങനത്തെ ഒരു ഈവന്റ് ഉള്ളതുകൊണ്ട് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയണമെന്നുള്ളൂ. ആപ്പിളിന് മാത്രമല്ല സാംസങ്ങിന്റെ പ്രോഡക്റ്റ് ഇഷ്ടമുള്ളവരുണ്ട്, ചിലപ്പോൾ അതേപോലെ ക്യൂ അവിടെ ഉണ്ടാവും. ഞാൻ ആപ്പിൾ മാത്രം പറയുന്നു. ആപ്പിളിൻ്റെ അവിടെ ആൾക്കാർ ഇങ്ങനെ റീസെല്ലേഴ്സിൻ്റെ അവിടെ ക്യൂ നിൽക്കുന്നു, തലേ ദിവസമേ പോയി നിൽക്കുന്നു. അന്ന് ക്യാമറക്കാർ രാവിലെ കട തുറക്കാൻ നേരത്ത് വരുന്നു, മീഡിയ അതിനെ കവർ ചെയ്യുന്നു, ഫസ്റ്റ് മേടിക്കുന്നവർ പുറത്തോട്ട് ആ പാക്കറ്റും കൊണ്ട് ചാടുന്നു. ഇങ്ങനത്തെ ഒരു ഡ്രീം റിയലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആപ്പിൾ എന്നല്ല പറയുന്ന പ്രോഡക്റ്റ് മേടിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെതായ ആക്സസറീസ് മേടിക്കുന്നത്, അല്ലെങ്കിൽ അതേപോലത്തെ ഏതെങ്കിലും ഒരു ഫോൺ. അത് നത്തിങ് ആവാം, സാംസങ് ആവാം, ഓപ്പോ ആവാം, വിവോ ആവാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിന് അതിൻ്റെതായ ഒരു പോപ്പുലാരിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചു. ആപ്പിളിൻ്റെ എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിക്ക് ഈ പ്രോഡക്റ്റ് നമുക്ക് ആ റീസെല്ലറിന്റെ അടുത്ത് എത്തിയാലല്ലേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു ലോഞ്ചിന് ഒരു ഡേറ്റ് പറഞ്ഞു വെക്കുന്നു. ബോംബെ, ഡൽഹി, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ, കൊൽക്കത്ത, കൊച്ചിൻ, ട്രിവാൻഡ്രം എല്ലായിടത്തും ഒരേപോലെ ഈ പറയുന്ന 19-ാം തീയതി രാവിലെ കട തുറക്കുമ്പോൾ ഈ സാധനം കിട്ടണമെങ്കിൽ ഈ കടകളിലേക്കും റീസെല്ലേഴ്സിൻ്റെ അടുത്തും, അതുകൂടാതെ ഇ കോമേഴ്സ് വെബ്സൈറ്റായ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ടാറ്റാ ക്ലിക്ക് പോലെയുള്ളതിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ ക്രോമ പോലത്തെ വലിയ റീറ്റെയിൽ സ്റ്റോഴ്സിൽ, അല്ലെങ്കിൽ റിലയൻസ് ഡിജിറ്റൽ, അല്ലെങ്കിൽ ആ റിലയൻസ് അങ്ങനത്തെ അവരുടെയൊക്കെ ഫോർമാറ്റിൽ ഇത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ആരാണ് എത്തിക്കുന്നത്? ആപ്പിൾ ആണോ എത്തിക്കുന്നത്? ഇല്ല. ആപ്പിളിനെ സംബന്ധിച്ച് ആപ്പിൾ ഈ കാര്യങ്ങളിൽ ഇടപെടില്ല. ആപ്പിൾ നോക്കുന്ന കാര്യം എന്താ, അവർ ഈ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഔട്ട്സോഴ്സ് ചെയ്യുക, അതിൻ്റെ ബ്രാൻഡിങ്, അതിൻ്റെ മാർക്കറ്റിംഗ്, അതിൻ്റെ ഡിസൈൻസ് ഒക്കെയാണ് അവരുടെ ഏറ്റവും വലിയ ഫോർട്ടെ. എന്നാൽ ഇത് ഇന്ത്യയിൽ തന്നെ നമ്മൾ ആ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഈ ആപ്പിൾ ഒന്നുമല്ല അതിനെ ഇമ്പോർട്ട് ചെയ്യുന്നത്, അതിനെ വെയർ ഹൗസിലേക്ക് വെക്കുന്നത്, അതിൻ്റെ ലോജിസ്റ്റിക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്, അത് കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്തെടുക്കുന്നത്, പിന്നെ ഇതൊക്കെ കൊണ്ട് റീസെല്ലേഴ്സിന് കൊടുത്ത് അതിൻ്റെ പേയ്മെൻറ്റ് മാനേജ് ചെയ്യണത്, റീസെല്ലേഴ്സിൻ്റെ ഇൻവെൻട്രി മാനേജ് ചെയ്യണത്, അല്ലെങ്കിൽ ടോട്ടലായിട്ട് വെയർ ഹൗസിലെ ഇൻവെൻട്രി തീർന്നു പോകുമ്പോൾ കൂടുതൽ സാധനങ്ങൾ ഓർഡർ ചെയ്യണത്, ഇതൊന്നും ആപ്പിൾ ഡയറക്റ്റ്ലി ചെയ്യുന്നില്ല. ആപ്പിൾ എങ്ങനെയാണോ ഒരു ഫോണിൻ്റെ മാനുഫാക്ചറിങ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്, അതേപോലെ ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും ഈ പേയ്മെൻറ്റും റിസീവബിൾസും മണി മാനേജ്മെൻറ്റ്, ഇതെല്ലാം ഇൻവെൻട്രി മാനേജ്മെൻറ്റും ഒക്കെ എല്ലാവരും അവർ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം അവിടെ ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയാണ് ആപ്പിളിനെ ഇന്ത്യയിൽ സഹായിക്കുന്നത്. അവർ കാരണമാണ് നമുക്ക് ഈ ഓരോ റീസെല്ലറിൻ്റെ അടുത്തും ഈ സാധനം നമ്മൾ എത്തുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഒരു IT പ്രോഡക്ട്സ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനി അതിൻ്റെ ഇടയിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരും അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ആ ബിസിനസ്സാണ് നമ്മൾ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. ആ ബിസിനസ്സിൻ്റെ പേരാണ് റെഡിങ്ടൺ ഇന്ത്യ എന്ന് പറയുന്ന ബിസിനസ്. അതായത് ഇന്ത്യസ് ലാർജസ്റ്റ് IT ആൻഡ് ഇലക്ട്രോണിക്സ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് അവരെന്ന് പറയുന്നത്. അവരുടെ ക്ലയൻസ് നമുക്കറിയാലോ, ആപ്പിൾ, സാംസങ്, ഡെൽ, ഹ്യൂലറ്റ് പാക്കാർഡ്, HP, മൈക്രോസോഫ്റ്റ്, ലെനോവോ, കാനൻ, സിസ്കോ ഒക്കെ അവരുടെ ക്ലയൻസ് ആണെന്നുള്ളതാണ്. അവരാണ് ഈ തൗസൻഡ്സ് ഓഫ് റീസെല്ലേഴ്സ്, ഈ പ്രോഡക്റ്റ് ഒക്കെ സെല് ചെയ്യുന്ന റീസെല്ലേഴ്സിനും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിനും ഇതേപോലെ ലാർജ് റീറ്റെയിൽ സ്റ്റോഴ്സിനും ഒക്കെ സപ്ലൈ ചെയ്യുന്നത് അവരാണ് എന്നുള്ളതാണ്. അവർക്ക് ഇന്ത്യയിൽ, ടർക്കിയിൽ, മിഡിൽ ഈസ്റ്റിൽ, ആഫ്രിക്കയിൽ ഓപ്പറേഷൻസ് ഉണ്ട്. ഇപ്പോൾ ആപ്പിൾ നോക്കുകയാണെങ്കിൽ ആപ്പിൾ റീസെല്ലേഴ്സ് ആയിട്ടുള്ള ആപ്പിൾ ഇമാജിൻ്റെ സ്റ്റോഴ്സ്, യൂണിക്കോൺ, അല്ലെങ്കിൽ ഫ്യൂച്ചർ വേൾഡ് പോലുള്ള സ്റ്റോഴ്സിലൊക്കെ ഇവരാണ് സപ്ലൈ ചെയ്യുന്നത്. ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമായ ആമസോൺ, ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇവരാണ് കൊടുക്കുന്നത്. അതുമാത്രമല്ല ലാർജ് റീറ്റെയിൽ സ്റ്റോഴ്സ്, അതായത് റിലയൻസ് ഡിജിറ്റൽ, ക്രോമ പോലുള്ള സ്റ്റോറിലും ഒക്കെ ഇവർ ഡിസ്ട്രിബ്യൂഷനും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും പേയ്മെൻറ്റും ഇൻവെൻട്രിയും ഒക്കെ മാനേജ് ചെയ്യുന്ന കമ്പനിയാണ് റെഡിങ്ടൺ എന്ന് പറയുന്നത്. ഇവർ സ്മാർട്ട് ഫോൺസ് ചെയ്യുന്നുണ്ട്, ടാബ്ലറ്റ്സ് ചെയ്യുന്നുണ്ട്, ആക്സസറീസ്, വാച്ച്, ഇയർപോഡ്സ്, പിന്നെ ചാർജേഴ്സ്, ഇങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പ്രിൻ്റർ, പെരിഫറൽസ്, നെറ്റ്വർക്ക് ഡിവൈസസ്, ഇങ്ങനെ
ഒരുപാട് കാര്യങ്ങൾ ഇവർ ഡീൽ ചെയ്യുന്നുണ്ടെന്നാണ്. ഇത് കൂടാതെ ഇവർ ക്ലൗഡ് സർവീസസും കൂടെ ഇവരെ ക്ലയൻസിന് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഈ മൈക്രോസോഫ്റ്റ് അസ്യൂർ എന്ന് പറയുന്ന ക്ലൗഡ് സർവീസസ്, AWS അതായത് ആമസോൺ വെബ് സർവീസസ്, ഗൂഗിൾ ക്ലൗഡ്, ഇതൊക്കെ അവർ കൊടുത്ത് അതിലും അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് അവർ അത് കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു കാശും ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ സോഫ്റ്റ്വെയർസ് ഇല്ലേ, നമുക്കറിയാലോ ഈ പറയുന്ന പോലെ മൈക്രോസോഫ്റ്റ് 360, അഡോബി, ഓട്ടോഡെസ്ക് പോലെയുള്ള സോഫ്റ്റ്വെയർസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ നമ്മൾ കേട്ടോ, കാസ്പർസ്കി, മെക്കഫെ, പാലോ ആൾട്ടോ നെറ്റ്വർക്സിൻ്റെ പ്രോഡക്റ്റ്, ഇതെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് IT ഹാർഡ്വെയർ, മൊബൈൽ ഡിവൈസസ് മാത്രമല്ല സോഫ്റ്റ്വെയർസ്, അതുകൂടാതെ ആൻറ്റി വൈറസ് പ്രോഡക്ട്സ്, പിന്നെ കുറേ നെറ്റ്വർക്കിംഗ് സൊല്യൂഷൻസ്, സിസ്കോ, VMware ഒക്കെ നെറ്റ്വർക്കിംഗ് സൊല്യൂഷൻസും പ്രോഡക്ട്സ് ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു IT ആൻഡ് ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എന്ന് ഒറ്റ വാക്കിലോ നമുക്ക് വേണമെങ്കിൽ ഇവരെ വിളിക്കാം. ഏതാണ്ട് 30 കൺട്രിയിലുണ്ട് ഇവർ. 290 ഗ്ലോബൽ ബ്രാൻഡ്സ് ആയിട്ട് ഇവർക്ക് കണക്ഷൻ ഉണ്ട്. ഇവർക്ക് നല്ല രീതിയിലുള്ള ചാനൽ പാർട്ട്നേഴ്സും ഒക്കെ ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കമ്പനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് വലിയ കോമ്പറ്റീറ്റർ ഒന്നുമില്ല. ഇൻഗ്രാം മൈക്രോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കോമ്പറ്റീറ്റർ. പക്ഷേ അവരും ഈ റെഡിങ്ടണിനെ ഒന്നും ഈ ഇന്ത്യ, ഈ മിഡിൽ ഈസ്റ്റ്, ഈ ഭാഗത്തൊന്നും പിടിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. റെഡിങ്ടൺ അത്ര രീതിയിലാണ് നിൽക്കുന്നത്. കാര്യം വെച്ചാൽ ഈ റെഡിങ്ടൺ എന്തുകൊണ്ട് ഇതിനകത്ത് അധികം, അതാണ് ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് അധികം കോമ്പറ്റീറ്റർ ഇതിനകത്ത് വന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞ സിനാരിയോ, മാർജിൻ വെറും 1.5%, 2%, 3% മാത്രം. ഇനി ഒരാൾക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു സ്കെയിൽ ബിൽഡ് ചെയ്ത്, ഇത് എന്തുകൊണ്ടാണ് 1.5-3%? ഇവർ കൊല്ലങ്ങളായിട്ട് പല പാർട്ട്നേഴ്സായിട്ടുള്ള ബന്ധം, ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് വിത്ത് ഗ്ലോബൽ ടെക് മേജേഴ്സ്, സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, നല്ല വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, നല്ല ഇൻവെന്ററി മാനേജ്മെന്റ് ഒക്കെ കൊണ്ടാണ് ഇവർ 2.5-3% വരുന്നത്. ഇവരുണ്ടാക്കിയിരിക്കുന്ന ആ മാർജിൻ പ്രൊഫൈലിൽ 1.5 മുതൽ 3% വേറൊരാൾക്ക് കയറാൻ പറ്റത്തില്ല. ഒരു ബിസിനസ് ഇങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവരുടെ ആ ഒരു സ്ട്രെങ്ത്, അല്ലെങ്കിൽ വാറൻ ബഫെ പറയുന്ന എക്കണോമിക് ആ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, ആ MOAT എന്ന് പറയുന്നത് അതാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻഗ്രാം മൈക്രോ എന്ന് പറയുന്ന കമ്പനി അല്ലാതെ വേറെ വലിയ ക്രെഡിബിലിറ്റി ഉള്ള ഒരു പ്ലെയർ അവിടെ ഇല്ല എന്നുള്ളതാണ്. ആ ലോ മാർജിൻ ഹൈ വോളിയം ബിസിനസ് ആണ് ഇവിടെ ഉള്ളതെന്നുള്ള. ബട്ട് ഇതിനകത്തുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ, ഈ എപ്പോഴാണോ ഈ കമ്പനി, അതായത് ഇതിൻ്റെ ഒന്നാതെ ഇവരുടെ പ്രോഡക്ട്സിന് ഹൈ ഡിമാൻഡാണ്. അറിയാലോ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ, അങ്ങനത്തെ രീതിയിൽ നല്ല ഡിമാൻഡാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനകത്ത് വേറൊരു പ്രത്യേകം കൂടെ വരുമെന്ന് വെച്ചോളൂ. കോമ്പറ്റീഷൻ കുറവാണെങ്കിൽ ഇവരുടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജും ഇവരുടെ ആ ഒരു ബ്രാൻഡ് നെയിമും ആ ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ട് ഉയരും. അത് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ പറയുന്ന പോലെ ഒരു മാർജിൻ ഇംപ്രൂവ്മെൻറ്റും കൂടി ഈ ബിസിനസ്സിന് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് 1.5% മുതൽ 3% ഇപ്പോൾ മാർജിൻ കിട്ടുന്നുള്ളൂ, അതും കൂടി മാറി ഏതാണ്ട് ആ മാർജിൻ എക്സ്പാൻഷനും കൂടി നടക്കുകയാണെങ്കിലോ ഇത് വലിയ രീതിയിൽ ഒരു ബിസിനസ്സായി മാറാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ റെഡിങ്ടണിനുണ്ടോ? റെഡിങ്ടൺ ഇപ്പോഴത്തെ IT പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടാകുന്നത് 1.5 മുതൽ 3% ഇടയ്ക്കാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു മാർജിൻ ഇൻക്രീസ് വന്നേക്കാം. ഏതിൽ കൂടെ? അവരെ സംബന്ധിച്ച് ഇപ്പോൾ അവർ നമ്മൾ പറഞ്ഞല്ലോ ക്ലൗഡ് ഡിജിറ്റൽ സർവീസസ് അവർ ചെയ്യുന്നുണ്ടെന്നുള്ള, ഇത് വളരെ ഹൈ ഗ്രോസ് മാർജിൻ ഉള്ള ഒരു ബിസിനസ്സാണ്. 10 to 15% മാർജിനുള്ള ബിസിനസ്സാണ്. അപ്പോൾ അവരുടെ ടോട്ടൽ റവന്യൂയിലേക്ക് അവരുടെ ക്ലൗഡ് സർവീസ് ഇൻക്രീസ് ചെയ്ത് വരികയാണെങ്കിൽ അവരുടെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്യിക്കാനുള്ള ചാൻസ് വളരെ ഹൈ ആണെന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർ ഈ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഈ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ഹൈ മാർജിൻ ബിസിനസ്സാണ്. അപ്പോൾ ഇവരുടെ ടോട്ടൽ ഇവരുടെ ഈ സെയിൽസിൽ 15% മാത്രമേ ഈ സോഫ്റ്റ്വെയർ സെയിൽസ് ഉള്ളൂ. ഇവർ ഈ 15 എന്നുള്ളത് 20, 25, 30 ആക്കിയാൽ ആ ഹൈ മാർജിൻ ബിസിനസ്സും കൂടെ അവരുടെ ടോട്ടൽ റവന്യൂവിലും പ്രോഫിറ്റിലേക്കും കയറും. അപ്പോൾ ക്ലൗഡ് സർവീസസും സോഫ്റ്റ്വെയർ സർവീസസും കൂടി അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിലേക്ക് മാർജിൻ എക്സ്പാൻഷൻ നടക്കാം. ഇവർ 2024-25 റവന്യൂ നോക്കുകയാണെങ്കിൽ 99,333 crores റവന്യൂ ഉണ്ട്. നെറ്റ് പ്രോഫിറ്റ് 1,443 കോടിയാണ്. മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 299 rupees മാർക്കറ്റ് ക്യാപ്പ് 23,410 കോടിയാണെന്നുള്ളതാണ്. ഇതൊരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ ആയിട്ട് കണക്കാക്കരുത്. അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഞങ്ങൾക്ക് പേഴ്സണലി, എനിക്കോ നിഖിലിനോ എൻ്റെ റിലേറ്റീവ്സിനോ റിലേറ്റീവ്സിനോ ഈ കമ്പനിയിൽ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ഹോൾഡിംഗും ഇല്ല. അത് മാത്രമല്ല, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ നിരീക്ഷണത്തിലും ശിക്ഷണത്തിലും മാത്രം എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. ഓർത്ത് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ സെഷനിൽ നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. തിങ്കളാഴ്ച ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.